ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് മേജർ ബ്ലെസ്സിങ്സ് ആയു. നിങ്ങളുടെ മേജർ ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മേജറായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്, എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാൻ സമയമായിട്ടുണ്ടാവുക. ആൻഡ് ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേഷൻ സംഭവിക്കണം എന്നില്ല. അപ്പോൾ റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ്റെ ഒരു ബൈറ്റ് വയ്ക്കുന്നുണ്ട്, കണ്ടിട്ട് ഓടി വരിക. കാരണം നിങ്ങൾക്ക് കൂടുതൽ റെസിനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൈറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ തിങ്ക് ചെയ്ത് പ്രവർത്തിക്കുക. ഓക്കെ, അപ്പോൾ വാട്ട് മേജർ ബ്ലെസ്സിങ്സ് ആർ യു ഗൈസ്, നമുക്ക് നോക്കാം.
3 കാർഡ്സ് ചാടി വന്നിരിക്കുന്നു. നമുക്കൊന്നുകൂടി ഷഫിൾ ചെയ്തെടുക്കാം, കാരണം നമ്മൾ ഷഫിൾ ചെയ്യുന്നതിന് മുന്നേ വന്നതല്ലേ. ഓക്കെ, നോ, എനർജി കണക്റ്റ് ആവുന്നില്ലല്ലോടെ, എനർജി കണക്റ്റ് ആവുന്നില്ലല്ലോടെ, പക്കായിട്ടിരിക്കോ. ഓക്കെ, വെറുതെ അല്ല ഇങ്ങനെ ആയത്, വെറുതെ അല്ല. ബിക്കോസ് ഓഫ് യുവർ മൈൻഡ് ഈസ് ഡിസ്റ്റർബ്ഡ്. നിങ്ങളുടെ മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. എന്തൊക്കെയോ കാര്യത്തിൽ തട്ടിത്തടവി വളരെ അരുവിയിൽ വെള്ളം സഞ്ചരിക്കുന്ന പോലുള്ള ഒരു അവസ്ഥയിലാണ് ഗൈസ് നിങ്ങൾ. സോ ആ അവസ്ഥ മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് നല്ലൊരു ലൈഫുണ്ട്, അപ്പുറത്ത് നല്ലൊരു ജീവിതമുണ്ട്. ഒരു വ്യക്തി നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്തു എന്ന് വെച്ച് തളർന്നു പോകേണ്ടതല്ല നിങ്ങളുടെ ലൈഫ്. ഒരു വ്യക്തി തേച്ചു എന്ന് വെച്ചിട്ട് നഷ്ടപ്പെടുത്തി കളയേണ്ടതല്ല നിങ്ങളുടെ ലൈഫ്. സോ തിങ്ക് അബൌട്ട് ഇറ്റ്, തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ. ഓക്കെ, നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ കെട്ടിയിട്ട അവസ്ഥ, കണ്ണ് പോലും കെട്ടി വെച്ചിട്ടിരിക്കുക കുട്ടി. എന്തിനാ? ഞാനൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല, ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല, ഒക്കെ ഞാൻ റിഗ്രറ്റ് ചെയ്യാണ്. ഒരു പ്രതിരോധ എനർജിയിലിരിക്കുന്ന അവസ്ഥ. ആൻഡ് കരിയറിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. മേ ബി കരിയറിൽ കുറേ ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതിനെല്ലാം ഒരു ഉത്തരം ഇസ് എ ട്രാൻസ്ഫോർമേഷൻ. ബെറ്റർ ആയിട്ടുള്ളൊരു മാറ്റം, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാനില്ല, എന്നാലും ബെറ്റർ ആയിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്. അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തിന് അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു പോയിൻ്റാണ് തിരിച്ചു കിട്ടുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റം അത്ര ചെറുതല്ല, അല്ലെങ്കിൽ വരാൻ പോകുന്ന ചേഞ്ചസ് അത്ര വലുതല്ല. ഫിനാൻഷ്യലി നിങ്ങളെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്ന സിറ്റുവേഷൻ വരും. ഇത്രയും കാലം നിങ്ങൾ ആ കടം മേടിച്ചിരുന്നേ എങ്കിൽ ഇനി നിങ്ങൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കാൻ പോവുക. എങ്ങനെയുണ്ട്? ഇത്രയും കാലം അയ്യോ എനിക്ക് കുറച്ച് രൂപ തരുമോ എന്നും പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ റിവേഴ്സ് ഗിയർ അടിക്കാൻ പോവുക. ദാറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ. ദാറ്റ്സ് കോൾഡ് ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നു, നിങ്ങൾക്ക് പൈസ കിട്ടാനുള്ള വകുപ്പിൽ നിന്നൊക്കെ കിട്ടുന്നു, ലോൺ പാസ്സാവുന്നു, ലോട്ടറി അടിക്കുന്നു, കുറി കിട്ടുന്നു, ചിട്ടി പിടിക്കുന്നു, LIC എമൗണ്ട് വരുന്നു. ദാറ്റ്സ് ഓൾ. പൈസ എവിടുന്നാണ് വരുന്നതെന്നറിയില്ല, ഒഴുകുകയാണ് അരുവി പോലെ. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തടഞ്ഞു പോയിരുന്ന നിങ്ങളുടെ ലൈഫ് പോലെയല്ല, ക്യാഷിൻ്റെ ഫ്ലോ ഓവർഫ്ലോ ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നു. യെസ്, കണ്ടോ? ഇത് ഫ്ലോ കൂടിയിട്ട് ഇത് എന്ത് ചെയ്യണം, ഏത് ലെവലിൽ കൊണ്ട് എത്തിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ കൂടെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലൊക്കെ ഇരിക്കുന്നത്. അത് ഇൻറ്റ്യൂട്ടീവായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏഞ്ചൽസിനോട് ചോദിച്ചിട്ട് ഏത് രീതിയിലാണ് എൻ്റെ ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു ക്യാഷ്, ഏത് രീതിയിലാണ് എൻ്റെ ഫിനാൻസ് ഞാൻ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക. കുറേ പേർക്ക് ലവേഴ്സ് എനർജി കാണുന്നുണ്ട്, അതായത് ചീറ്റ് ചെയ്ത് പോയവരുണ്ട്. ലൈഫിൽ ചീറ്റ് ചെയ്ത് പോയവരെ കാണുന്നുണ്ട്. സോ ചീറ്റ് ചെയ്തവർ ആ വഴിക്ക് അങ്ങോട്ട് പോട്ടോ. നിങ്ങൾ എന്തിനാ തന്നെ ആലോചിച്ച് വിഷമിക്കുന്നത്? അപ്പം നമ്മൾ പറഞ്ഞു വന്ന എന്താ, വീഡിയോ ഒന്ന് കട്ടായി, ഒന്ന് ക്ഷമിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ആ വ്യക്തി ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ ഫേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് കണ്ണും കൈയൊക്കെ കെട്ടിവെച്ച അവസ്ഥ. പക്ഷെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയല്ല, നിങ്ങളാണ് കണ്ണും കൈയും കെട്ടിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് നീക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്, ഒരു എബിലിറ്റി ഉണ്ട്. പക്ഷെ വേണ്ട രീതിയിൽ അതൊന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ഫണ്ട് ഫ്ലോ ഭയങ്കരമായിട്ട്, ഫിനാൻഷ്യൽ ഫ്ലോ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങളും നേടിയെടുക്കുന്നതായിട്ട്, അച്ചീവ് ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ ലൈഫിൽ തോന്നിയിട്ടുള്ള പല സ്റ്റക്ക്ഡ് സിറ്റുവേഷൻസ് വഴി മാറി പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. എപ്പോഴും ലൈഫിനെ ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള വേ കൂടെ കൊണ്ടുപോകാനും വളരെ വ്യക്തമായിട്ട് ജീവിതത്തെ കാണാനുമുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ട്.
നിങ്ങളിപ്പോൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തികളോ അല്ലെങ്കിൽ മറ്റു പുതിയ റിലേഷൻഷിപ്പുകളോ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാം. കുറേ പേർക്ക് ഫ്രണ്ട്ഷിപ്പുകൾ, നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ലൈഫിലേക്ക് കടന്നു, അത് ചിലപ്പോൾ ഓപ്പോസിറ്റ് സെക്സിൽ നിന്നായിരിക്കും, ഓപ്പോസിറ്റ് ജെൻഡറിൽ നിന്നായിരിക്കും. പക്ഷേ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകൾ, വളരെ നല്ല ഫ്രണ്ട്ഷിപ്പുകൾ കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതും ഈ ഒരു റീഡിങ്ങിൽ കാണിക്കുന്നത്. കാരണം എല്ലാവരെയും വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കാണാൻ പറ്റുന്ന വ്യക്തികളാണ് നിങ്ങൾ, അല്ലെങ്കിൽ എല്ലാവരെയും ഫ്രണ്ട്സ് ആക്കാൻ പറ്റുന്ന മൈൻഡുള്ള വ്യക്തികളാണ്, എല്ലാവരെയും ഭയങ്കര ഹോപ്പ്ഫുള്ളി കാണുന്ന വ്യക്തികളാണ്, വളരെ ഹാപ്പി ആയിട്ടാണ് നിങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഒരു എക്സ്ട്രാ മെസ്സേജസ് നോക്കാം. ഒന്നാമത്തെ മെസ്സേജാണ് ബി വെച്ചിട്ടുള്ള വ്യക്തികളെയാണ് ചിലപ്പോൾ നിങ്ങളുടെ മോട്ടിവേറ്റഡ്, നിങ്ങളെ വളരെയധികം മോട്ടിവേറ്റഡ് ആക്കാൻ കഴിവുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. ആൻഡ് അവരുടെ സ്നേഹം നിങ്ങളോടുള്ള ഇൻഫിനിറ്റാണ്, ഒരു പെറ്റ് ലവർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും കാണുന്നുണ്ട്. സോ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം നിങ്ങൾക്ക് വരുന്ന മേജറായിട്ടുള്ള ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്നൊക്കെയുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് സഞ്ചരിക്കാൻ പോകുന്ന പാത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നേടണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾ തന്നെ പക്വമായിട്ട് ഇടപെട്ട് നിങ്ങൾ തന്നെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പൈസ കാര്യങ്ങളൊക്കെ വരുമ്പം കണ്ണ് തള്ളി നിൽക്കാതെ വേണ്ട രീതിയിൽ ഇൻറ്റ്യൂഷനോട് ചോദിച്ചിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഏതിൻ്റെ കൂടെ പോകും, ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്ത് ഏഞ്ചൽസിനോട് ചോദിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് വേണ്ട രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്ന് സ്വയം ഒരു ഉത്ബോധനം ഉണ്ടാവണം, ഒരു ഉൾവിളി ഉണ്ടാവണം. ആ വിളിക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കിയാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് നോക്കാം. ഏഞ്ചൽ മെസ്സേജ് കണ്ടോ, റിമൈൻ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ നോക്കുക. പോസിറ്റിവിറ്റി സ്പ്രെഡ് ആക്കാൻ നോക്കുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ്, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തേടിയെത്തുന്നു എന്നും കാണുന്നുണ്ട്. ആ പോസിറ്റീവായിട്ടുള്ള അബണ്ടൻസിൽ പലരും റിലേഷൻഷിപ്പ് ഒരു പൂ പോലെ നിങ്ങളുടെ അടുത്തേക്ക് വന്നെത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ട്. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ വീഡിയോ കണ്ട് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ്, വളരെ ചെറിയ ആഴ്ചകൾക്കുള്ളിൽ, വളരെ കുറഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്കൊരു റിസൾട്ട് സംഭവിക്കുന്നതാണ്. ആൻഡ് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ, നിങ്ങൾക്ക് അതിനുള്ള മോർ ഇൻഫോർമേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. യൂണിവേഴ്സിൻ്റെ വളരെ അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ. യൂണിവേഴ്സിനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരുപാട് കഷ്ടങ്ങൾ യാചനകളൊക്കെ അനുഭവിച്ച വ്യക്തികളാണ്. അപ്പോൾ നല്ലൊരു ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം തന്നെ വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ, ഫ്യൂ മന്ത്സിനുള്ളിലൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാം. അപ്പോൾ ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. ആൻഡ് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. സോ അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ 3 ലിങ്കും കൊടുത്തിട്ട് 3 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തുള്ള ഒരു കിഡിലൻ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വ്യക്തിയുടെ പേരും നിങ്ങളുടെ പേരും കമൻറ്റിന് പുറമേ മറ്റൊരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറക്കണ്ട, കമൻറ്റിന് പുറമേ മറ്റൊരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളെ പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.